അഹാനകൃഷ്ണ അപ്പച്ചിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടതൊക്കെ വലിയൊരു സംഭവമായിരുന്ന സമയത്ത് നമ്മളൊക്കെ മിസ്സായിപ്പോയൊരു കാര്യമുണ്ട്. എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു സംഭവം. ഞാനതെന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ ശരിക്കും ഒരാൾ നാണം കെട്ടിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സിന്ധു കൃഷ്ണ തന്നെയാണ്. അപ്പം അഹാനകൃഷ്ണയുടെ പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി കുറച്ച് ഹൈപ്പിൽ നിന്നതുകൊണ്ട് കുറച്ച് ആളുകൾ ഇതങ്ങ് വിട്ടുപോയി. എന്നാലും സ്റ്റിൽ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അപ്പം എനിക്കിതൊന്നും പറയണം തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, അവർ നാണം കെട്ടത് കണ്ടിട്ടുള്ളൊരു സന്തോഷം കൊണ്ടൊന്നുമല്ല. ഇപ്പം പലർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരാം. പല അവസരങ്ങളിൽ അങ്ങനെ സാഹചര്യങ്ങൾ സംഭവിക്കാം. ചിലപ്പോൾ ദിയാകൃഷ്ണ മറന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ അത് കണ്ടു കാണത്തില്ല. പക്ഷേ അവരത് നാണം കെട്ടപ്പം എനിക്ക് എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ, കർമ്മ എന്നൊരു സംഭവം ഉണ്ട്, അതിനൊരു തെളിവായിട്ട് ഇത് വന്നത്. കാരണം ഇവരെടുക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടൻ്റ് ആണല്ലോ. ഇവരുടെ സകല കാര്യങ്ങളും കണ്ടൻ്റാണ്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് സകല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇതിന് മുൻപേയും ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും അശ്വിനെ വീഡിയോയ്ക്ക് മുൻപിൽ ഇരുത്തി നാണം കെടുത്തിട്ടുണ്ട്. ഇവൻ സ്വന്തം ഭാര്യ അത് ശ്രദ്ധിക്കുന്നില്ല, അത് വേറെ കാര്യം. പുള്ളിക്കാരത്തി ഒരു അമ്മായിയമ്മയാണ്, അല്ലെങ്കിൽ അത്രയും പെൺമക്കളുടെ അമ്മയാണ്, അവളുടെ ഒരു മകളുടെ ഹസ്ബൻഡാണ്. അവരുടെ മക്കളെ അവരെങ്ങനെയോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യണം അവരുടെ മരുമകനെ. അങ്ങനെയല്ലേ വേണ്ടത്? ശരിക്കും എരിവാണല്ലേ മെയിൻ? അല്ല, അശ്വിൻ എരിവല്ലേ മെയിൻ എന്ന്. ഒരു ക്യാമറ ഉള്ളതുകൊണ്ടാ ഞാൻ മാറട്ടെ. കാർട്ടൂൺസ് ഞാൻ കണ്ടു. ഇവിടെ 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 ഉണ്ട്, ഈ ഒരു ഏരിയയിലുണ്ട്. തന്നെ കിട്ടിയ എന്റെ മനസ്സിന് കാല് കൊടുക്കണേ. ഇഷാനി ബുക്ക് ചെയ്തു, അശ്വിൻ ബുക്ക് ചെയ്തു. അപ്പൊ എന്റെ കൊച്ചിന് പൈസ കൊച്ചിങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. ഇന്ത്യ ചോദിച്ചാൽ അടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തന്നെ. വലിയ കുട്ടിക്ക് കാല് വേണ്ട. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇത് കാലില്ലേ? ഇസ്മയിലിന്റെ ഇവിടെ ഒന്നും അല്ലേ? പക്ഷേ നിഷാനിക്കും കൂടെ അല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. ഇതിനകത്ത് അമ്മച്ചി മരുമോനെ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് വെട്ടി വിഴുങ്ങുന്നുണ്ട്. മേ ബി അവർക്ക് നല്ല വിശന്നിട്ടായിരിക്കാം. അവൻ ചിലപ്പം വൈഫിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കാം. അങ്ങനെ തന്നെയാണ് ദിയ വന്നതിന് ശേഷമാണ് ദിയാണ് വിളമ്പി കൊടുക്കുന്നത്. ഇതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുവാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ദിയ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ വേണ്ട എല്ലാവരും അവർക്ക് വേണ്ട ലെഗ് പീസൊക്കെ ഓർഡർ ചെയ്തു. അൻസിയയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അശ്വിനും ഇഷാനിക്കും ദിയയ്ക്കുമാണ് വേണ്ടത്. ദിയ ഓൾറെഡി വിളമ്പിയെടുത്തു. അപ്പം ഉടനെ സിന്ധുകൃഷ്ണ പറയാണ്, എൻ്റെ കൊച്ചിനും കൂടെ ലെഗ് പീസ് കൊടുക്കണേ, അതായത് ഹൻസികയ്ക്ക്, കുഞ്ഞുമാവയ്ക്കും കൂടെ കൊടുക്കണം. അപ്പോഴത്തേക്ക് ദിയ പറഞ്ഞു, ഇത് ഓൾറെഡി അശ്വിനും ഇഷാനിയും ഒക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അവർക്ക് കൂടെ ഉള്ളതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ദിയ പറഞ്ഞ സമയത്ത് ഈ പുള്ളിക്കാരത്തി അവിടെ നിന്ന് അശ്വിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് വീഡിയോ എടുക്കുകയാണെന്ന് ഓർക്കണം, ഇവരുടെ ഫാമിലിയിൽ നടക്കുന്നൊരു സംഭവമാണെങ്കിൽ ഫൈൻ, ഓക്കെ, നമ്മൾ കണ്ടില്ല, പോട്ടെ, അവർക്കിടയിൽ അവർ മാത്രമേ കണ്ടുള്ളൂ, അല്ലെങ്കിൽ അശ്വിൻ അവരുടെ മോനാണെങ്കിലും പോട്ടെ, അതിനകത്തും കുഴപ്പമില്ല. ഇതിപ്പം അശ്വിൻ ഒരു ഔട്ട്സൈഡർ ആണ് ആക്ച്വലി. അവരുടെ ഫാമിലിയിൽ എത്ര കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അശ്വിൻ അവിടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. അശ്വിന് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡ് കല്യാണം കഴിച്ചിട്ട് വരുന്ന ടൈമിൽ ഭയങ്കര സ്വാതന്ത്ര്യം എടുക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. എല്ലാവരും ഒരു ഗസ്റ്റിനെ പോലൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ ഗ്രാജുവലി ആണ് അവർ ആ ഫാമിലിയുമായിട്ടൊക്കെ ഇത് ഒരു ഭയങ്കര അഡ്ജസ്റ്റായി പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത്. ഇപ്പം അശ്വിനെ സംബന്ധിച്ച് നമുക്ക് കാണുന്നിടത്തോളം അശ്വിൻ സ്റ്റിൽ ഒരു ഗസ്റ്റിനെ പോലെയാണ്. അശ്വിൻ അത്ര സ്വാതന്ത്ര്യമൊന്നും ആ വീട്ടിലുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ സമയത്ത് ഈ പുള്ളിക്കാരത്തി ഈ വീഡിയോയുടെ മുൻപിൽ അശ്വിനോട് പറയാണ്, ചെറിയ കുട്ടി കഴിക്കട്ടെ, അതായത് ഇഷാനിയും
ഹൻസികയും ചെറിയ കുട്ടികൾ, ദിയയും ചെറിയ കുട്ടി, അശ്വിൻ വലിയ കുട്ടി കഴിക്കേണ്ടെന്ന്. ഇവർക്ക് എന്തുകൊണ്ട് ഷാനിയോടൊന്ന് വേണ്ടെന്ന് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ ദിയെ നിൻ്റെ പ്ലേറ്റിലിരിക്കുന്ന ആ ചിക്കൻ പീസ് അശ്വിന് കൊടുക്ക്, നീ എന്നിട്ട് നിൻ്റെ അനിയത്തിക്ക് കൊടുക്ക്, നീ തള്ള അവിടെ നിന്ന് പറയാതെ ഇവർ ചെന്നിട്ട് അശ്വിൻ്റെ അടുത്ത് പറയാണ് നീ കഴിക്കേണ്ടെന്ന്. ഇവർക്ക് ഇച്ചിരിയെങ്കിലും ഇവർക്കൊരു കോമൺ സെൻസോ ബോധമോ ഒരു ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇവർക്ക് അറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക്? ഇവൻ ആ ചെറുക്കനത് എന്തോരം എംബാരസിങ് ആയിരിക്കും. ഇപ്പോൾ ആ വീട്ടിൽ അവർ അനിയത്തിമാർക്കിടയിലാണ് നടക്കുന്നതെങ്കിൽ പോട്ടെ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്വാതന്ത്ര്യമുണ്ട്. ആ ചെറുക്കനൊരു ഔട്ട്സൈഡറാണ്. അപ്പോൾ അവനെ അങ്ങോട്ട് എന്ന് പറയാണ് നീ കഴിക്കണ്ട, ഇവർ എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പം ഇവർക്ക് എന്തോരം ബോധമുണ്ട്. ഒരു മിനിമം ബേസിക് ഒരു കേർട്ടസി എന്ന് പറഞ്ഞൊരു സംഭവം ഇവർക്കില്ലാന്ന് എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തു. ഇവരിനി വരുന്ന മരുമക്കളോട് ഇവരിങ്ങനെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല നിമിഷിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുമോ, നിമിഷം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരാളാണ്, നല്ല രീതിയിൽ ഫെയിമായിട്ട് നല്ല ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം നിമിഷിനോടൊന്നും ഇവർ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. പിന്നെ ഇഷാനിയെ സ്നേഹിക്കുന്ന ആ ചെറുക്കൻ എനിക്കറിയത്തില്ല, ആ ചെറുക്കനും ഇതേപോലെ തന്നെ എപ്പോഴും വീട്ടിൽ കയറി ഇറങ്ങി ഒരു വിലയില്ലാത്തവനായിട്ട് ഇപ്പം നടക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ അശ്വിൻ്റെ മുഖം അങ്ങ് വല്ലാണ്ട് ചമ്മുന്നുണ്ട്. എന്നിട്ടും ദിയ പറഞ്ഞ് 4 പീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പീസ് എടുത്ത് കൊടുക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ അങ്ങ് ചോദിക്കുക എനിക്ക് വലിയ പീസാണ് വേണ്ടേ, എനിക്കിതല്ല, എനിക്ക് ഇത് വലിയ അശ്വിൻ എക്സ്പെക്ട് ചെയ്യുന്നു. അശ്വിൻ ആക്ച്വലി എനിക്കതൊരു പാവം തോന്നി കണ്ടിട്ട്. കാരണം അവനത് കുറച്ച് വലിയ പീസ് വേണമെന്ന് അവൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നിയിട്ട് അവൻ വീട്ടിലാണെങ്കിൽ അവനത് പറഞ്ഞ് മേടിക്കാം. പക്ഷേ ഇവരുടെ മുൻപിൽ ഇരുന്നിട്ട് അവൻ ആ തള്ളയോടും മക്കളോടൊന്നും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവനില്ല. അല്ലെങ്കിൽ ആ സ്വന്തം ഭാര്യയുടെ പ്ലേറ്റിൽ നിന്നാൽ നീ ഇതെടുക്ക്. നമ്മൾ ഹസ്ബൻഡ്സ് വൈഫൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ, എനിക്ക് താ എനിക്ക് താഞ്ഞ അങ്ങനെ ഒന്നും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അതിനില്ല. അതിന് ആ കൊടുത്ത ആ ചിക്കൻ പീസും കൊടുത്ത് കഴിച്ച് അത് അവിടെ ഇരിക്കാം. പക്ഷെ അതൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന് ഭയങ്കര ഒരു എംബാരസിങ് ഒരു നാണക്കേട് പോലെ അതിൻ്റെ മുഖത്ത് നല്ല വിസിബിളായിട്ട് കാണാമായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ തള്ളയും മക്കളും എന്തെങ്കിലും ഒന്ന് അയവ് ചെയ്ത് കൊടുക്കണ്ടേ, അവിടെ ഇരുത്തി നാണം കെടുത്തിന്ന് തന്നെ പറയാം. ഇതൊക്കെ വീഡിയോയുടെ മുൻപിൽ കാണിച്ചത് കൊണ്ട് തന്നെ ഈ പുള്ളിക്കാരത്തിക്ക് മറ്റേ ആ കേക്ക് കൊടുക്കുന്ന സമയത്ത് ദിയ അത് കൊടുക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും തൻ്റെ ഹസ്ബൻഡിന് പ്രയോറിറ്റി കൊടുത്തത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നന്നായിട്ട് അവിടെ നിന്ന് ചമ്മുകയും ചെയ്തു. അതിൻ്റെ ആ വീഡിയോയ്ക്കകത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം എത്രത്തോളം നാണക്കേടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ളതൊക്കെ ഇവർ എപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഇവരുടെ അമ്മയെ തള്ളിപ്പറഞ്ഞ് എന്ത് തന്നെ ആയിക്കോട്ടെ തള്ളിപ്പറഞ്ഞ് മക്കൾക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. ദയോട് അത്ര ഇല്ല, അഹാനയോടും അൻസികയോടും ഇഷാനിയോടും ഒക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതാണ്. അപ്പം നാളെ ഒരു കാലത്ത് ഈ അൻസികയും അഹാനയും അവരെല്ലാവരും കല്യാണം കഴിക്കും. അവരുടെ മക്കളും അവരുടെ ഭർത്താക്കന്മാർക്കും അവരുടെ പ്രയോറിറ്റികളായിട്ട് വരും. അന്ന് ആ സമയത്ത് ചിലപ്പം എനിക്കറിയത്തില്ല ഈ അഹാന എത്രത്തോളം മാറുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എല്ലാവരും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രയോറിറ്റീസ് ചേഞ്ച് ആവും. ആ സമയത്ത് ഇവർക്ക് കുറേ ഇഗ്നോറൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇവർ ഇത്രയും ഭയങ്കര സ്വാർത്ഥതയോടെ മക്കളെങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ മക്കൾ എൻ്റെ ഭർത്താക്കന്മാർക്കും അവരുടെ മക്കൾക്കും ഒന്നും കൊടുക്കരുത്, എൻ്റെ മക്കൾക്ക് മാത്രം എല്ലാം വേണം എന്നുള്ള ചിന്തിച്ച് ഇവർ ഇവരുടെ മക്കളെയും ആ രീതിയിൽ ഇവർ വളർത്തുമ്പോൾ നാളെ ഒരു കാലത്ത് ഇപ്പോൾ ദിയം അങ്ങനെ തന്നെ കാണിക്കുന്നത്. ഭർത്താവിനെക്കാട്ടിലും അവരുടെ വീട്ടുകാരെ ഒന്നുമല്ല, പുള്ളിക്കാരത്തിൽ കൊച്ചിനെ പോലും സ്വന്തം ഭർത്താവിൻ്റെ കൊടുക്കുന്ന ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ദിയയുടെ ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നാളെ ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഇമ്പാക്റ്റ് സിന്ധു കൃഷ്ണ നല്ല രീതിയിൽ ഫേസ് ചെയ്യും. അപ്പം ഈ വീഡിയോയ്ക്ക് മുൻപിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോയിട്ട് CCTV കൂടെ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഒളി ക്യാമറ വെച്ച് കണ്ടുപിടിച്ചതൊന്നും അല്ല. വീഡിയോയ്ക്കകത്ത് കണ്ടു, അത് കണ്ടിട്ട് പലരും ഇത് അവർക്ക് തോന്നിയ ഒരു കാര്യമായിട്ട് തോന്നിയപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. കറക്റ്റാണ്, അങ്ങനെ ഒരു സംഭവം ഒരു കർമ്മ അവർക്ക് വന്നപ്പോൾ അവർ എത്രത്തോളം എംബാരസ്ഡ് ആയി. അഹാനയുടെയും സിന്ധുവിൻ്റെയൊക്കെ മുഖം വല്ലാണ്ട് പാടി ആ കേക്ക് കിട്ടാതായപ്പോഴത്തേക്കും. അപ്പം അവർക്കും ആ ഒരു സെയിം ഫീൽ ഇപ്പോൾ ഉണ്ടായി. അന്ന് അശ്വിന് തോന്നിയത് അവർക്ക് അന്നേരം അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ അവർക്കൊന്ന് മനസ്സിലായി കാണും. ഇതേപോലത്തെ ഒരുപാട് കർമ്മകൾ ഇനി സിന്ധു കൃഷ്ണയ്ക്ക് കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം.